അപ്പം മച്ചന്മാരെ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെറിയൊരു പരിപാടി എന്താ വെച്ചാൽ മീംസ് കാണാൻ റിയാക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ എല്ലാവരും കണ്ട വീഡിയോ ആയിരിക്കും. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിലേക്ക് അങ്ങോട്ട് ചാടി കിടക്കാം. അപ്പോൾ അടുത്തത് സ്പീഡിൻ്റെ വീഡിയോ എടുത്തോട്ടെ. സൗണ്ട് അവിടെ പോണത് ഒറ്റ മിനിറ്റാ. Ronaldo, Indian Mohanlal song. Ronaldo versus Mohanlal doesn't have an Indian song. Mohanlal song. This song. 어디 꽃대 졸라 만든 어디래 꽃따라 꼴래 어디 때때 니래 꽃들 달고 단총단 어디 꽃대 졸라 만든 어디래 꽃따라 하울래 어디 때때 니래 꽃들 달고 단총단 나 제일 무난한 것 공비노pan 군인 넌 마음 돌래가는 질레 버티 때려 니다 때 You speak Indianese too? Bro, hell no. What the hell, Mohanlal? Ronaldo was like all in three, bruh. Indian, Punjabi, Malayalam. What the fuck? God own country song. എന്തോ നേടിയത് എല്ലായിടത്തും ഈ കൊതി കുത്താനാണല്ലോ. പോയി ആവുന്നു. എന്താ ചെയ്യുക, അടുത്ത വീഡിയോ ആകട്ടെ. ഓരോ തെണ്ടികൾ ഓരോന്നിട്ട് ഇറക്കി വരും. ഇട്ടികളൊക്കെ വെടിവെച്ച് കൊല്ലാൻ ഇവിടെ ആൾക്കാരില്ല. ഇട്ടാണ് കിഴങ്ങ് അല്ലാതെ ഒരു തേങ്ങ ഇറക്കണമെന്നാണ്. ഫുൾ സ്ക്രീൻ ആകുമ്പോൾ പണ്ട് തേങ്ങ ആവുന്നുണ്ട്. അതിൻ്റെ പോലെ നമ്മൾ ഇൻസ്റ്റയിൽ ഇടലുണ്ട്. നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ കണ്ടന്റ് തന്നെ ഉണ്ടല്ലേ. എൻ്റെ ഇൻസ്റ്റയിലുള്ള കണ്ടന്റ് ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാണിച്ചിട്ടുണ്ട്. നമ്മൾ സെയിം കണ്ടന്റ് ഇടല്. സംഗതി സീനാണല്ലോ. പാവം ചെക്കണ്ട, അവിടെ വൈക്ക് വീണതാണ്. ആ വൈക്ക് വീണതിനെ കൂക്കാനുള്ളൊരു വകുപ്പ് പക്ഷേ കാര്യമില്ല. എന്തിനു വെറുതെ ഓരോ സാധനങ്ങൾ തത്തത്താടോ. ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണാൻ കേട്ടാ. അതിൽ ഓർവുണ്ട്. ഇനി തേങ്ങ യുവാവിൻ്റെ പിൻഭാഗത്ത് കൂടി കംപ്രസർ ഉപയോഗിച്ച് കാറ്റടിച്ച് ആരോന്നും ഇങ്ങോട്ട് വരും. കിഴങ്ങ് ആരതൊക്കെ പടച്ച് വിട്ടുന്നു കുറച്ചാണ്. ഞാൻ ഫുൾ സ്ക്രീൻ ആക്കാൻ നോക്കിയിട്ട് ഫുൾ സ്ക്രീൻ ആയപ്പോൾ തന്നെ പോയി. എഡിറ്റ് ആയി ഞാൻ പണ്ടൊരു സ്കിപ്പ് ചെയ്യാച്ച, പക്ഷേ ഫുൾ സ്ക്രീൻ ആയിപ്പോയി. അടുത്തെന്തുവാ ഉപ്പ് നല്ല വാക്കൊക്കെ തൊള്ളി വരുന്നുണ്ട്. കിഴങ്ങ് ഓരോന്നിനെ പടച്ചുവിടാൻ ഓരോന്നിട്ട് ഇറങ്ങി വരും. എന്തോ വലിയ സംഗതിയൊക്കെ ഇട്ടതാ. അതിൻ്റെ മോനാ സംഗതി സത്യമല്ലേ. വല്ല ഡെലിവറിക്ക് ഇങ്ങനെ ആരെങ്കിലും വരുന്ന ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ വരുമ്പം തന്നെ ഈ ശബ്ദം കേൾക്കണ ഈറ്റിങ്ങൾ ഓടി കഴിച്ചില്ലാവില്ലായിരിക്കും. ആ പറഞ്ഞതിൽ വലിയ സംശയമൊന്നുമില്ല. ഇപ്പം എന്താ തന്നെയാണാവോ. എല്ലാ തേങ്ങും ഇയാൾക്ക് ടോക്കാണല്ലോടെ. പാവണ്ട, എല്ലാരും ഇപ്പൊ അയാൾക്കെതിരായ. എന്ത് പറ്റിയേട്ടാ വീടിനു? അത് പൂറിമോളെ, ഒരു ഫാർഹാൻ എന്ന് പേരുള്ള ഒരു പുണ്ട അവന്റെ കൂതിക്ക് പകരം എന്റെ വീടിന് തന്നെ തീയിട്ടു. പണ്ടാണിത് മലയാളമായതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലേ. എല്ലാവരും വീഡിയോ കണ്ട ചറ പറ തെറിവിളിയാണുള്ളതിൽ. ഇതൊക്കെ എന്ത്
ഇൻസ്റ്റാഗ്രാം അടുത്ത പിക്ക് ഇട്ടിച്ചാണ് ഇൻസ്റ്റാഗ്രാം പോലെ ബഗ് അടിച്ച അതേ കാണുന്നില്ല വേറെ ഓരത്തെ എങ്ങനെ ഉണ്ടാക്കി വരും. ഞാൻ ഫുസ്കറിന് അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാട്ടാ. ഞാൻ ഫുൾ സ്ക്രീൻ ആക്കണില്ല, അതാണല്ലേ. ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോനെ ക്രോപ്പ് ചെയ്ത് വെക്കാം അവിടേക്ക് ഇങ്ങനെ. അല്ല ഫുൾ സ്ക്രീൻ ആകുമ്പോൾ മൊത്തത്തിൽ ഹാങ് ആയിപ്പോണ്ട്. The Bluetooth device is connected successfully. ഞാൻ ഇച്ചിരി പങ്കജകസ്തൂരി കഴിക്കട്ടോ കേട്ടോ. എനിക്ക് ഓർമ്മയ്ക്കും പങ്കജകസ്തൂരി. എനിക്ക് ശ്വാസം മുട്ടലാണ്. ശ്വാസം മുട്ടൽ രാവിലെ രാത്രിയും പങ്കജകസ്തൂരി കഴിക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ട. ഒരു മിനിറ്റ്. അതിന് പ്രത്യേകിച്ച് എന്താന്നട ഇത്. പോട്ടെ നമ്മൾ അന്ന് നടത്തിയോ ഇല്ലല്ലോ. തന്നു കണ്ട സെയിം ഡീറ്റെയിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അടുത്തായി മധുമാസം വിരിയണ മനമാകെ കുളിരണ കഴിഞ്ഞോ? ഓക്കെ, യെസ്, റെഡി. യെസ്, പുഷ് ദി ഷോൾഡർ. അതെ, ഇവക്കിതെന്തിന്റെ കേടാ? രാധിക അപ്പോഴേ പറഞ്ഞതായി അഭ്യാസത്തിനൊന്നും പോകണ്ടെന്ന്. അത് മറ്റേ സിനിമയിലെ ഡയലോഗല്ലേ, അതങ്ങനെ തന്നെ പൊക്കിയ. ഇതാരെ ഡബ് ചെയ്യണങ്ങനൊക്കെ സംഗതി സീൻ ഇട്ടാ ആ സെയിം ശബ്ദം തന്നെ വരുന്നുണ്ടല്ലോ. നമസ്കാരം. ഇല്ല, ഇനി കുനിയാ ഒക്കത്തില്ല. കുനിഞ്ഞ വിവരം അറിയും. ഇത് വലിയ കുഴപ്പമില്ല. അരിയാട്ടുന്ന ഒരു ഫീലേ ഉള്ളൂ. കൊള്ളാം. ഇല്ല, എന്നെ ഇനി വിളിക്കണ്ട. ഞാൻ ഈ കളിക്ക് ഇനിയില്ല. ഉച്ചക്കഞ്ഞി കുടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അല്പം പള്ളി ഉറക്കം ആവാം. ഇവന്മാരൊന്നും ഇപ്പൊ എഴുന്നേക്കല്ലേ. എൻ്റെ മോനെ സംഗതി അറിയണ ആ നടത്തു ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം. മനസ്സിലതൊക്കെ തന്നെ ആയിരിക്കും ശരിക്കും പറയുന്നത്. എന്താണാവാ കൂടുതൽ കൊണക്കാൻ നിൽക്കല്ലേ. ഇനി ഇറച്ചിക്ക് വരുന്ന കുണ്ണ എത്തിയാൻ കറി വയ്ക്കും. എത്ര കുണ്ണുകളെ ഞാൻ പറമ്പില് റബ്ബറിന്റെ കുഴി എടുക്കാനായിട്ട് തങ്കഞ്ചേണ്ട അണ്ടി അങ്ങനെ അറിയോ? തങ്കഞ്ചേണ്ട ഞങ്ങളെ കുണ്ണ തങ്കൻ ഞാനാടാ കുണ്ണ പുറി മോനെ. സിനിമ എങ്ങാനും ഫാമിലിനൊക്കെ കൂട്ടിപ്പോയാലും എങ്ങനെയാണ് ഇതൊക്കെ കണ്ടേ? നിങ്ങളൊരു ഫാമിലിനെ കൂടി പോയിക്കണം. എങ്ങനെയാനും പോയിണെങ്കിൽ നിങ്ങളൊക്കെ സംഭവട്ടാ. പണ്ടാരും അൺക്രോപ്പ് ആവണില്ല. ചമ്മോ തിടണോ? ഒരു ഗസ് ഉണ്ട്. എന്താന്ന് കേക്കല്ലേ? പെൺകുട്ടികൾ നോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോ എന്ന് തന്നെയാണ്. പിന്നെ ആൺകുട്ടികൾ നോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുണ്ണ എന്നാണോ? വലിയ രസം തോന്നിയില്ല. അത്ര വലിയ തോന്നില്ല. അടുത്ത് നോക്കട്ടെ. ക്യാപ്ഷനിൽ ഇത് ചിരി നിർത്തായില്ല എന്നൊക്കെ എഴുതിയിരിക്കണ്. കാര്യമില്ല, ചിരിയൊന്നും വന്നില്ല. ഇതൊക്കെ ഞാൻ എന്താണാവാ. എഡിറ്റ് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞാണ്. ഞാൻ അവരുടെ കണ്ടപ്പോൾ നോക്കിയാണ്. പൊട്ടെ പണ്ടാല് അൺക്രോപ്പ് എന്തൊരു പണിയത്. അടുത്ത വീഡിയോ
യൂട്യൂബർ സായി പൊപ്പിയുടെ വീട്ടിൽ മോഷണ ശ്രമം. അർദ്ധരാത്രി വീട്ടിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ മാറട ഓഡ്രാ കുണ്ണ എന്ന ശബ്ദം കേട്ട കള്ളൻ കുണ്ണയും പൊക്കി ഓടിയെന്നാണ്. കുഴപ്പമില്ല സംഗതി കുഴപ്പമില്ല. അടുത്ത കട സർപ്രൈസ് എക്സിറ്റ് എഡിറ്റ് ഒഴിവാക്കാം, വേണ്ട. ഇതൊന്നും എഡിറ്റ് എങ്ങാനാണോ കാണിട്ട് മാതിരി ഉണ്ട്. കൊള്ളാം, പക്ഷെ സ്കിപ്പ് ചെയ്യാം. ഉമ്മച്ചിക്കുട്ടിയാടാ, ഉമ്മച്ചിക്കുട്ടി. ഒരു നോട്ടം കിട്ടണമെങ്കിൽ നീയൊക്കെ വേറെ ജന്മം കിട്ടുക. ഓളുടെ മുഖത്തിനേക്കാ മൊഞ്ച് ഓളുടെ കൽബില. കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്. കഥകിൻ മറവില് നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ്, കുറുനിര പരത്തണ പെണ്ണ്. കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്. ഇനിയിപ്പോൾ അൺക്രോപ്പായ അതെന്ത് ചെയ്യണമല്ലോ, പണ്ടൊരു അൺക്രോപ്പായിട്ടാണില്ല. ഇത് എങ്ങനെയാണോ അപ്പോൾ ഇതിന്ന് വായിക്കേണ്ടി വരും. അപ്പോൾ അത് So when the devil wants to dance with you, you better say never, cause a dance with the devil might last you forever. ഇപ്പോഴത്തെ തേങ്ങ ഇനി So when the devil wants to dance with you, you better say never, cause a dance with the devil might last you forever. അങ്ങനെ അതിൻ്റെ ബാക്കി വല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വേറെ കാര്യത്തിനുള്ള സംസാരത്തിൽ സപ്പോർട്ട് ചെയ്യാമെന്നോ അല്ല അങ്ങനെ വല്ലാത്ത തേങ്ങത്തായിരിക്കും. പക്ഷെ ആ ഭാഗം തന്നെ ക്രോപ്പ് ചെയ്തെടുത്തണം എന്തായാലും. കൃത്യമായിട്ടുണ്ട്. അടുത്ത് നോക്കട്ടെ. ചില പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. ഈ തണ്ണിമത്തൻ ഈ വാഴയിൽ കൊലച്ചു നിൽക്കുന്നതിന്റെ രഹസ്യം എന്താ? ഇവിടുത്തെ കുറച്ച് കൊച്ചുമൈലുകൾ ചെയ്ത പരിപാടിയായിരുന്നു. പഴഞ്ചൊല്ല് എഴുതാൻ ടീച്ചർ പറഞ്ഞപ്പോൾ വാണം വിട്ടും ഓണം ഉണ്ണണം എന്ന് എഴുതി വെച്ച അർജുൻ അക്ഷരതെറ്റിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ ഇത്രയും അധ്വാനിച്ചതിന്റെ ഫലമായി ഈ വാഴപ്പഴം കഴിക്കുമ്പോൾ സ്വയം അഭിമാനം തോന്നുന്നുണ്ടോ? അതിന് എന്റെ വാഴകളല്ല മോളെ, അപ്പുറത്തെ ദിവാകരന്റെയാണ്. ഞാൻ ടേസ്റ്റ് നോക്കാൻ. അപ്പൂപ്പന് ഗ്യാസ് ആണെന്നറിഞ്ഞ അമൽ എന്ന യുവാവ് അപ്പൂപ്പന്റെ അണ്ണാക്കിൽ തിരിയിട്ട് കത്തിച്ചു കൊന്നു. നമസ്കാരം. ഉത്സവ പറമ്പിൽ മെയിൻ ആവാൻ സ്വന്തം തന്തയുടെ മുണ്ട് പറിച്ചോടിയ അഭിജിത്ത് ഷോ ഓഫിനെ നാട്ടുകാർ പഞ്ഞിക്കിട്ടു. മുമ്പിപ്പോയ ഭൂതകാലമോർത്ത് വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അത് തികച്ചും നിന്റെ കഴപ്പ് പിടിച്ച കയ്യിലിരിപ്പിന്റെ ആകും. കല്യാണത്തിന് ആള് കൂടുമെന്നറിഞ്ഞു തലേന്ന് ഒളിച്ചോടിയ വിഷ്ണു ഇൻട്രോവേർട്ട് കിണറ്റിൽ വീണു കാലൊടിഞ്ഞു. ഇത് കണ്ട് തേക്കായിട്ട് ഇപ്പോൾ ചിരിയൊന്നും വരുന്നില്ല. ആദ്യത്തെ കാര്യം ആദ്യമൊക്കെ രസമായിട്ട് തോന്നിയിനി. ഞാൻ കണ്ടതാ ഉണ്ടോണോ വെറുതെ തേക്കല്ലേ. അവൻ്റെ പെരടി അടിച്ചിട്ടുണ്ടാവും അവിടെ. പെരടി അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കാം. ഇപ്പം എന്തുവാ കുഞ്ചി കയറി എഡിറ്റ് മനസ്സിലായി. ഇത് ഫുള്ള് അതിൻ്റെ തന്നെ ആണല്ലോ. അതിൻ്റെ ഒക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോയാലോ എത്ര ഞാനത്. അടുത്ത നമ്മുടെ ഇന്നോവ അല്ല ബെൻസ്, എന്താ സോറി ടൊയോട്ടോ ഇന്നോവ. ലംബോർഗിനി മതിയായിരുന്നല്ലേ? മഞ്ജു വാര്യർ ഹാരിയർ എന്ന് പറയാത്ത ഭാഗ്യം. ഒരു പേര് പറഞ്ഞാൽ ഇത്രയും ചിരിക്കാറുണ്ടോ? ഇതിലെ താങ്കളുടെ കഥാപാത്രത്തെ കുറിച്ച് പറയാം. സ്റ്റീഫൻ. ഇതിലെ നായകനായ സ്റ്റെപ്പിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, പതുക്കെ സ്ഥലം വിടുന്നതാ നല്ലത്. രസം തോന്നിയിട്ടൊന്നുമില്ല, തിരക്കേടില്ല. പറ്റത് നമുക്ക് ഇവൻ്റെ സെർവറിറ്റി വേറെ അധികം സെർവറിൽ കയറണം കേട്ടാ, ഒരു സുഖമില്ല. ഹായ് പാപ്പം താടാ, എന്തോ പണിയാണ് കാണിക്കുന്നത്. താത്താ നീ അങ്ങനെ ഉണ്ട പോടിവനെ.
തിന്നാൻ കൊടുത്തതും കൊടുക്കാൻ ബാക്കി വെച്ചത് മൊത്തത്തിൽ കൊണ്ടുപോയി. ഇനിയിപ്പോൾ പൊടി അവിടെ ഉണ്ട് പറയണ്ടല്ലോ, മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയല്ല. അടുത്ത ഏടെ പവർ എന്നുള്ള ഇത് ഇന്നത്തെ. നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഉടനീളം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വായുവ്യ വാങ്ങാൻ പോകാൻ വായുടെ ആ ചളിയൊക്കെ എവിടുന്ന വന്നേ? ഈ ചളിയണ്ട ഇതൊക്കെ അവിടെ ഇവിടുന്ന് വന്ന് ഒരു സെക്കൻഡിന് അവിടെ വെള്ളപ്പൊക്കമായി. ഏയിൽ അങ്ങനെ കുറച്ച് കാര്യമുണ്ട്. അങ്ങനെയെങ്കിലും ഇപ്പോൾ എ ആണ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എ ആണെന്നും വാങ്ങാത്തൊരു ഒന്നും മനസ്സിലാവില്ല. നല്ല രസമുണ്ടാവും. വീഡിയോ അത്യാവശ്യം ലോങ് ആവുന്നുണ്ടല്ലേ. ഞാൻ നാളെ വേറെ ഒരു സർവറിന് അടിച്ചിടണം. എത്തിയല്ലോ, കഴിഞ്ഞ അടുത്ത സ്ഥലത്തിയല്ലോ, കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട്. പിന്നെ വീഡിയോയിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.